പോലെ ഇത്രയും വൈറ്റ് കളറിൽ സ്പഞ്ച് എങ്ങനെ കിട്ടുമെന്ന് തോന്നാത്ത ഒരു ഹോം ബേക്കർ പോലും ഉണ്ടാവില്ലല്ലോ. എന്നാൽ വേഗം വാ നമുക്ക് നോക്കാം. അപ്പോൾ ദേ ഞാൻ ഈ സ്റ്റാൻഡ് മിക്സറിനകത്തേക്ക് ഒരു 300 ഗ്രാം നമ്മുടെ പ്രീമിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പ്രീമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാനില ഫ്ലേവറിലും ചോക്ലേറ്റ് ഫ്ലേവറിലും അതുപോലെ റെഡ് വെൽവെറ്റിൻ്റെ ഫ്ലേവറിലും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. 5 കിലോൻ്റെ പാക്കറ്റായിട്ടാണ് കിട്ടുന്നത്. ഇതുപോലെ ലൂസായിട്ടും വാങ്ങിക്കാം കേട്ടോ. അതിലേക്ക് ഞാനൊരു 8 ഗ്രാം കേക്ക് ജെൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 4 മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലുപ്പമുള്ള മുട്ടയാണെങ്കിൽ 3 എണ്ണം മതി. ഇതൊരു മീഡിയം സൈസ് മുട്ടയായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 50 ml നോർമൽ വാട്ടറും കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേ നമ്മുടെ സ്റ്റാൻഡ് മിക്സർ ഇതുപോലെ നല്ല ഹൈ സ്പീഡിൽ അങ്ങോട്ട് ബീറ്റ് ചെയ്തോ, യാതൊരുവിധ പ്രശ്നവുമില്ല. പിന്നെ ഇതിനകത്ത് നമുക്ക് എക്സ്ട്രാ വാനില എസൻസോ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ പഞ്ചസാര പൊടിച്ചതോ ഒന്നും ചേർക്കേണ്ട. ഈ ഒരു മിക്സ് മാത്രം ആഡ് ചെയ്താൽ മതി. അതിൽ ഓൾറെഡി ഷുഗറും കാര്യങ്ങളെല്ലാനും ആഡഡ് ആണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നു കഴിയുമ്പോൾ ഇതുപോലെ നല്ല വൈറ്റ് കളറായിട്ട് നല്ലൊരു ക്രീമി ടെക്സ്ചറായിട്ട് കിട്ടും കേട്ടോ. ഇനി അടുത്തൊരു ഐറ്റം വേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. അതൊരു 20 ml നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വളരെ സ്ലോയിൽ ഒന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഏത് ടിന്നാണോ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു ബാറ്ററി എനിക്ക് തോന്നിയിരിക്കുന്നത് കറക്റ്റ് അളവ് വന്നത് 8 ഇഞ്ചിൽ അല്ലെങ്കിൽ 8.5 ഇഞ്ച് ആയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ടിന്നിലൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു ടെക്സ്ചർ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ നല്ല ഭംഗിയായിട്ട് 180 ഡിഗ്രിയിൽ 30 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, നല്ല വൈറ്റ് കളറിൽ നമ്മൾ ബേക്കറിയിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു സ്പഞ്ച് നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബേക്കറിയിലൊക്കെ സ്പഞ്ച് ഉണ്ടാക്കുന്നതാണെന്ന് കുറച്ച് പേർക്കെങ്കിലുമൊക്കെ മനസ്സിലായിട്ടില്ലേ? അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടാറ്റാ.